Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. US വിപണിയെ സംബന്ധിച്ച് നമുക്ക് ഡൗ ജോൺസിൽ നേരിയൊരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിൽ പോലും പല ടെക് ഭീമന്മാരും S&P 500 ഒക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പല ടെക് ഭീമന്മാരിലും ഒക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിപണിയിൽ US വിപണിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സിലും അതുപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സിലും കാര്യമായിട്ട് നമ്മളൊരു മൂവ്മെന്റ് കണ്ടില്ലെങ്കിൽ പോലും അറൌണ്ട് 39,300 ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ. ഈ 39,300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സോ നമ്മുടെ കൈവശം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഷെയർ പൊസിഷൻസ് ഉണ്ടെങ്കിൽ 38,800 പോയിന്റിന്റെ സപ്പോർട്ട് ലെവൽ വളരെ സ്ട്രോങ് ആൻഡ് സീരിയസ് ആയിട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 18,400 ആയിരിക്കണം നമ്മൾ വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ആൻഡ് ആ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 17,800 പോയിന്റ്. അതോടൊപ്പം കൊമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രൂഡ് വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് കഴിഞ്ഞ ദിവസത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സർപ്രൈസ് ആയിട്ട് ഒരു US ക്രൂഡ് ഇൻവെന്ററിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഡ്രോവൽ ഒക്കെ തന്നെ ക്രൂഡിന്റെ വിലയിൽ വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ടായിരുന്നു. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചർ ബാരലിന് $2 ഉയർന്നിട്ട് ഉയർന്ന് $84.3 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. WTI നോക്കുകയാണെങ്കിലും $2 ഉയർന്നിട്ട് 79 ബാരലിന് $79.72 ആയിട്ട് ഉയർന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ക്രൂഡിന്റെ കേസിൽ ഞാൻ ഒത്തിരി ദിവസങ്ങളായിട്ട് ഐ ബീൻ വെരി വെരി ബുള്ളിഷ്. ബട്ട് ക്രൂഡിൽ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ടോക്കിംഗ് അബൌട്ട് WTI ക്രൂഡ്. WTI ക്രൂഡിന് $81 അല്ലെങ്കിൽ $81 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ബട്ട് ഇന്നലത്തെ ശക്തമായ ക്ലോസിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് അടുത്ത 3 സെഷൻസിൽ ക്രൂഡിന്റെ കേസിൽ നമുക്കൊരു പുതിയ ബുള്ളിഷ് മൂവ്മെന്റ് കാണാൻ കഴിയാവും. സോ നമ്മൾ $80 to $81 റെസിസ്റ്റൻസ് ലെവലായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബ്രോഡർ മാർക്കറ്റിന്റെ ഒരു കനത്ത ഒരു സെല്ലിംഗ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ നിഫ്റ്റിയെ ഏറ്റവും അധികം ഒരു ഇടിവിലേക്ക് നയിക്കാൻ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ 22,432 എന്നൊരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം ആരംഭിച്ചെങ്കിലും 21,905 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴുന്ന ഒരു സ്ഥിതി ഇന്നലത്തെ ഇൻട്രാഡേ സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് വാച്ച് ചെയ്യേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ ഈ ശക്തമായ ഒരു സെൽ ഓഫിനെ തുടർന്ന് there's a real danger നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുമെന്ന്. അറ്റ് ദ മൊമെന്റ് നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 21,800 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. നമ്മൾ നിഫ്റ്റി 50യെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. സോ HDFC ബാങ്ക് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഇറ്റ് ഹസ് ബീൻ അണ്ടർ പെർഫോമിംഗ് ദ ബ്രോഡർ നിഫ്റ്റി 50. ബട്ട് നമ്മൾ നിഫ്റ്റി 50 ഹെവി വെയ്റ്റ്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 ഹെവി വെയ്റ്റ്സിൽ ഒരേ ഒരു ഷെയറിൽ നമുക്കൊരു ബുള്ളിഷ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് HDFC ബാങ്ക്. സോ HDFC ബാങ്കിന്റെ കേസിൽ ഇന്ന് 1,480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80 മുതൽ 100 രൂപയുടെ നേട്ടം HDFC ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഒരു ഡിസ്ക്ലോഷർ, ഐ ഓൾറെഡി ഹാവ് എ പൊസിഷൻ ഇൻ HDFC ബാങ്ക്. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിന്റെ കാര്യം കൂടി ചോദിക്കുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് 47,341 എന്ന റേഞ്ചിൽ വ്യാപാരം ആരംഭിക്കുകയും 47,468 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ
പിന്നീട് അങ്ങോട്ട് ഉച്ച കഴിഞ്ഞുള്ള ഒരു സെഷനൊക്കെ ആയപ്പോഴേക്കും വീണ്ടും ഈ പറഞ്ഞ പോലെ കനത്തൊരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നതോടുകൂടി 46,842 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നൊരു സ്ഥിതി ഉണ്ടായി. ഒടുവിൽ 300 പോയിന്റോളം ഇടിവോടുകൂടി 46,981 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 46,800 പോയിന്റ് ആയിരിക്കും. ആൻഡ് ഇന്ന് HDFC ബാങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിൽ നിലനിർത്താൻ സാധിക്കും. നൗ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 47,500 പോയിന്റും ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ പ്രേക്ഷകരൊക്കെ തന്നെ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിന്റെ ഒരു ഇടിവ് തന്നെയാണ്. പ്രത്യേകിച്ചും ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ഓഹരികളെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് ഈ ഒരു രണ്ട് സൂചികളിൽ ബ്രോഡർ മാർക്കറ്റിൽ നമുക്കൊരു കനത്തൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും പല പ്രേക്ഷകർക്ക് ഒരുപാട് നിക്ഷേപകരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള മിഡ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട്. പ്രത്യേകിച്ചും അതിനൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാവുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് ആ ഒരു ഷെയർസ് ഒക്കെ തന്നെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ഷോർട്ട് ടേമിൽ തന്നെ വലിയ തോതിലുള്ള റിട്ടേൺ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള കാരണങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള മിഡ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് സൂചികളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് സെഷനുകളിലായിട്ട് ഈ ഒരു മിഡ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് സൂചികളിൽ വലിയ തോതിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം കടന്നു വരുന്നത് പലർക്കും ഒരു വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉയർത്തുന്നുണ്ടായിരിക്കും. സാറിനെ സംബന്ധിച്ച് ഈ ഒരു ഇടിവ്, ഈ ഒരു സെല്ലിംഗ് പ്രഷറിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഇപ്പോൾ ഈ ഒരു മിഡ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ പൊസിഷൻ ഉള്ളവർ എടുക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്ക് അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ഇൻഡിസസ് ഒക്കെ നോക്കുമ്പോഴേക്കും അതിന്റെ ട്രെൻഡ് ഓൾറെഡി ബെയറിഷായി മാറിക്കഴിഞ്ഞു. സോ നാച്ചുറലി ഇത്തരം സ്റ്റോക്സിൽ ഒത്തിരി റിസ്ക് ഉണ്ട്. സോ നമ്മുടെ കഴിഞ്ഞ ഒത്തിരി സെഷൻസ് ആയിട്ട് ഞാൻ എപ്പോഴും പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നത് ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലോട്ട് പൊസിഷൻ എടുക്കുമ്പോഴും ആ കമ്പനികളുടെ ഫൈനാൻഷ്യൽസ് ആദ്യം നമ്മൾ സ്റ്റഡി ചെയ്യണം. നമ്മൾ ആ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ ഒരിക്കലും അത്തരം സ്റ്റോക്സിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ആൻഡ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് നോക്കുമ്പോഴേക്ക് ഏറ്റവും അധികം നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്ന സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലാണ്. സോ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിൽ പൂർണ്ണമായിട്ട് ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും നമുക്ക് പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മളുടെ പ്രേക്ഷകരുടെ ക്വരീസിന്റെ ഇടയിലും ധാരാളം മിഡ് ക്യാപ്പ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ നമുക്ക് സിറ്റി യൂണിയൻ ബാങ്കിലുള്ള ഒരു ക്വറിയാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. സിറ്റി യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സിറ്റി യൂണിയൻ ബാങ്ക് നമ്മൾ ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഇറ്റ് ഹാസ് ബീൻ അണ്ടർ പെർഫോമിംഗ് ദ ബ്രോഡർ മാർക്കറ്റ്. ആൻഡ് സിറ്റി യൂണിയൻ ബാങ്കിന്റെ ഓൾറെഡി കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടായിരുന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്നലത്തെ കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് ദ ട്രെൻഡ് ഹാസ് ബിക്കം ഈവൻ മോർ ബെയറിഷ്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽവേ സ്റ്റോക്കുകളിലും ശക്തമായിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രാജേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് RVNL സാറിന്റെ വ്യൂ ആയിരുന്നു. 8% ഇടിവിൽ 222 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. RVNLന്റെ കേസിൽ 220 രൂപയിൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ബേസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒരു 215-218 റേഞ്ചിൽ നമ്മൾ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ പൊസിഷൻ. ബട്ട് സ്റ്റോക്കിൽ തിരിച്ചൊരു ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നുവെങ്കിൽ 260 രൂപയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നിബു തോമസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കോൾ ഇന്ത്യയിലുള്ള സാറിന്റെ വ്യൂ ആയിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ 7% ഒരു ഇടിവ് കോൾ ഇന്ത്യ രേഖപ്പെടുത്തിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കോൾ ഇന്ത്യയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 460 രൂപയിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ദിൽഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് അവൻറ്റൈൽ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 10% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 93 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? അവൻറ്റൈൽ ലിമിറ്റഡ്, AVANTEL.
പ്രിയ, എനിക്ക് ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. ഇതൊരു അടുത്ത സെഷനിൽ നമുക്ക് എടുക്കാം. ഓക്കെ സാർ. ഒപ്പം തന്നെ ജയൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IDFC ഫസ്റ്റ് ബാങ്കിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% ഇടയിൽ 77 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് മാറിയിട്ടുണ്ട്. സോ തൽക്കാലം ഈ സ്റ്റോക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. ഒപ്പം തന്നെ നിഖിൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് SBI കാർഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. SBI കാർഡിലോട്ട് വരുന്നതിന് മുൻപ് എനിക്കിപ്പോ അവന്റലിന്റെ ഡീറ്റെയിൽസ് കിട്ടി. സോ അവന്റലിന്റെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലാണ് നമുക്ക് ഏറ്റവും അധികമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. സോ അവന്റലിന്റെ കേസിൽ ഇന്നലെ അതൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ആയിട്ടുള്ള ഒരു 98 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഇന്നും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ the long term trend will turn bearish. So നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. SBI കാർഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബെയറിഷ് ആയിരുന്നു. ഇന്നലത്തെ സെൽ ഓഫിനെ തുടർന്ന് ആ ഒരു ബെയറിഷ്നെസ്സിൽ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. സോ അഗെയിൻ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മിസ്സിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 998 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ച് 2% നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. ബെക്ടർ ഫുഡ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഇന്നലെ ഇത്രയും വലിയൊരു സെൽ ഓഫ് കണ്ടിട്ട് പോലും ബെക്ടർ ഫുഡ്സിൽ നമുക്ക് കാര്യമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയായില്ല. സോ നമ്മുടെ കൈവശം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 970 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ കേസിൽ 1080, 1140 ഈ ഒരു റേഞ്ച് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഏരിയ. ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് പുതിയ ബൈയിങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം തങ്കമ്മ ചാക്കോ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകയും ഒപ്പം തന്നെ വേറെ കുറച്ച് പ്രേക്ഷകരും IREDയിലുള്ള സാറിന്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ 5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമുണ്ടോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലെ റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം തുടർച്ചയായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മാറിയിട്ടുണ്ട്. സോ മൈ അഡ്വൈസ് വുഡ് ബി പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യട്ടെ. നല്ലൊരു സപ്പോർട്ട് ബേസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 100 രൂപയിലാണ്. സോ അറൌണ്ട് ദാറ്റ് ലെവൽ നമുക്ക് ലോങ് പൊസിഷൻ വീണ്ടും ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി വിൽ ട്രൈ ദാറ്റ്. ഒപ്പം ജസ്റ്റിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വെൽപ്സൺ എന്റർപ്രൈസസിലുള്ള സാറിന്റെ വ്യൂ ആണ്. 7% ഇടിവായിരുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. 287 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാം. വെൽസ്പൺ എന്റർപ്രൈസസ്, WELSPUN. സോ വെൽസ്പണിന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് സ്റ്റോക്ക് ഒരു സൈഡ് വേസ് ട്രെൻഡിലായിരുന്നു ട്രേഡിംഗ് നടത്തിക്കൊണ്ടുവന്നത്. ബട്ട് ഇന്നലെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കനത്ത സെല്ലിംഗ് കാണാൻ ഇടയായി. ലോങ് ടേം ട്രെൻഡ് ഇസ് ടേണിംഗ് ബെയറിഷ്. ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈസി ട്രിപ്പ് പ്ലാനേഴ്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 6% ഇടിവിൽ 41 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ സ്റ്റോക്കിന്റെ കഴിഞ്ഞ 3-4 ആഴ്ചത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് സൈഡ് വേസ്. ബട്ട് ഇന്നലത്തെ സെൽ ഓഫിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സെബിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് SJVയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 10% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. SJVന്റെ നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്.
ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ്. ഈ സ്റ്റോക്കിന് 99 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നും നാളെയും ശ്രദ്ധിച്ചിരിക്കേണ്ട ഈ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന. ഈ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ബട്ട് ഈ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഒപ്പം തന്നെ അവസാനമായി സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപ് ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്ന നാൽക്കോയിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. നാൽക്കോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 10% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. സോ നാൽക്കോയുടെ കേസ് എടുക്കുമ്പോഴേക്കും നാൽക്കോയുടെ ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്കൊരു പുതിയ 52 വീക്ക് ഹൈ 170 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അതിനുശേഷം കഴിഞ്ഞ 6 സെഷൻസിൽ തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ ചാൻസ് ഇടയായിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ ഇടിവോടെ ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുക.